ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് പോകുമ്പോഴുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് കാണുന്നത്. അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളത് ഈ ഡ്രസ്സാണ്. ഒരു ബ്ലാക്ക് കളർ പാവാടയും ബ്ലൂ കളർ ഉടുപ്പുമാണുള്ളത്. പിന്നെ അപ്പോൾ നമ്മൾ കല്യാണം എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽസാജ് കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു, ഇവിടെ കാരിക്കമണ്ഡപത്തിലുള്ള അവിടെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയ കൺവെൻഷൻ സെൻ്ററാണ്. ഓക്കെ, അപ്പോൾ അപ്പോൾ നമ്മൾ പോയപ്പോൾ തന്നെ അവിടെ പല കാർട്ടൂൺസ് ഇതായിട്ടുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു ആ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഭാവിക്കുട്ടി ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് തന്നെ. അപ്പോൾ അവൾക്ക് പേടിയുണ്ട്, പക്ഷേ അവൾ കാണിക്കുന്നില്ല, ഇറുക്കി പിടിച്ചിരിക്കുന്നുള്ളൂ, കരഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേഗം പോയിട്ട് പെട്ടെന്ന് വരാമെന്നുള്ള ഒരു ലെവലിലാണ് പോയത്. പക്ഷേ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പുറത്തിറങ്ങിയപ്പോൾ ഇതിൻ്റെയൊക്കെ കളി കാരണം കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കണ്ടില്ലേ, ഗൊറില്ലയും പാണ്ടയും പിന്നെ അങ്ങനെ ഒരുപാട് ഇതേപോലത്തേത് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരു എൻജോയ്മെൻ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ കാണുന്നത്. ഓക്കെ, നമ്മൾ വെൽക്കം ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സംഭവം കാണുന്നത് ആദ്യമായിട്ടാണ് മാരേജ് ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത്. എന്തായാലും അത് നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അൽസാജ് കൺവെൻഷൻ സെൻറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ പാർക്കിംഗ് സ്പേസൊക്കെ ഭയങ്കര വലിയ പാർക്കിംഗ് സ്പേസും, അതേപോലെ ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇവിടെ മാരേജിന് പോകുന്നത്. ഭവിക്കുട്ടിയും കൊണ്ട് ആദ്യമായിട്ട് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അവൾക്ക് വലിയ സന്തോഷമായിരുന്നു ഇന്നലെ. അതേപോലെ തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. നമ്മുടെ വീടിനടുത്ത് കുറേ നാൾ താമസിച്ചിരുന്ന ഒരു ചേട്ടൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ, അതായത് എന്നെ മുന്നേ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സിനെയൊക്കെ കണ്ടു, പിന്നെ പരിചയക്കാരെ ഒത്തിരി ആൾക്കാരെയൊക്കെ കണ്ടു. അപ്പോൾ വളരെ സന്തോഷം. ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയും ബാക്കി ആൾക്കാരെയൊക്കെ കണ്ടതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു 6:30 ആയപ്പോൾ അവിടെ എത്തി. പക്ഷേ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് 8:30 മണിയായി. ഓക്കെ, 8:30 മണിക്കാണ് തിരിച്ചെത്തിയത്. നമ്മൾ വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ച് നിന്നതാണ്. പക്ഷേ അവിടുത്തെ ഈ ഇതിൻ്റെ കൂടെയുള്ള കളിയും പിന്നെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ നല്ല ഹാപ്പി മൊമെൻറ്റ്സ് ആയിരുന്നു ഈ ഒരു നമ്മുടെ ഈ ഒരു ഫംഗ്ഷന് പോയത്, മാരേജ് റിസപ്ഷൻ ഫംഗ്ഷന് പോയത്. എന്തായാലും ഭവിക്കുട്ടിക്കും വളരെ. അപ്പോൾ അവൾ പിന്നീട് രാത്രി ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനും കൊച്ചനും കുഞ്ഞമ്മയും പിന്നെ വൈഷ്ണവിയും കൂടെയാണ് പോയത്, മോളും കൂടി. അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ അവൾക്കൊരു ബൊമ്മയുണ്ട്. അപ്പോൾ അതിൻ്റെ വലുതിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. അവൾ നേരെ പറയാറൊന്നും ആയിട്ടില്ല, സംസാരിക്കാറായിട്ടില്ല. പക്ഷേ അവളുടെ ഡോളിനെ നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കുന്നു, അതിൻ്റെ വലുതിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ എന്തായാലും അവൾക്ക് ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.